നെൽക്കാൻ ഇഷ്ടമുള്ളത് നീക്കി മുട്ടുകുത്താൻ ഇഷ്ടമുള്ളത് മുട്ടുകുത്താൻ നിങ്ങളുടെ സ്വത്വതനുസരിച്ച് ദൈവത്തെ ശ്രദ്ധിക്കാൻ പോവാം, മുഖത്തോട് കൊണ്ടുപോവാം, കണ്ണുകൾ അടച്ചുകൊണ്ട് എങ്ങനെ പ്രാർത്ഥിച്ചാൽ നമുക്ക് രോഗശക്തി കിട്ടുമെന്ന് നമ്മൾ 7 സന്ദേശങ്ങൾ വഴി ധ്യാനിച്ച് പ്രാർത്ഥിച്ചു. നിലവിളിച്ച് പ്രാർത്ഥിക്കണം, വചന വഴി പ്രാർത്ഥിക്കണം, കണ്ണുനീർ വഴി പ്രാർത്ഥിക്കണം, അതുപോലെ 7 അഭിഷേക തൈലപുത്ര വഴി പ്രാർത്ഥിക്കണം, ഈശ്വരന്റെ രക്തത്തിൽ ഒഴുകി പ്രാർത്ഥിക്കണം, പുത്രയോട് പ്രാർത്ഥിക്കണം എന്ന് പ്രാർത്ഥിച്ചു, ധ്യാനിച്ചു. എന്ന് എല്ലാവരും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈ ദേശത്ത്, ഈ കിഴക്കൻ ദേശത്തിൽ എന്റെ മക്കളോട് പാപം ചെയ്ത എല്ലാ മക്കളെയും പാപത്തെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കണമേ. ഈ ദിവസങ്ങളിൽ താങ്കൾ ചെയ്തവരെ എല്ലാ പാപങ്ങളെയും ഓർത്ത് നിന്റെ കൊണ്ട് മാപ്പ് ചോദിക്കണം, ഏറ്റുപറയണം, അടഹബയോടെ പ്രാർത്ഥിച്ചു. നിങ്ങളുടെ പാപങ്ങളെ ക്ഷമിക്കണേ. എന്റെ ഗർഭപാത്രത്തിൽ മുഴുവനായിട്ട് ഞാൻ ഇത് എങ്ങനെയാണ് മറച്ചു വെക്കണമെന്ന് ആഗ്രഹിച്ചു. ഇപ്പോ എന്റെ ഭർത്താവ് എതിരായിട്ട് ചെയ്ത പാപത്തിന്റെ അകലത്തെ വഴി ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു. ഈശ്വരൻ അങ്ങനെ 3 സഹോദരികൾ ഈ ഗർഭപാത്രത്തിൽ മുഴുവൻ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ആ സഹോദരിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എന്റെ പൊന്നീശ്വരൻ, ഞാൻ എന്റെ ഭർത്താവിന് എതിരായിട്ട് ചെയ്തു പോയ കുറ്റങ്ങളെ തെറ്റുകളെ ഓർത്ത് കണ്ണീരോട് കരഞ്ഞ് മാപ്പ് ചോദിക്കുന്നുണ്ട്. ഈശോയെ, എന്നെ ക്ഷമിക്കണേ. ഈശോയെ, ക്ഷമിക്കണേ. ഈശോയെ, ഞാൻ ആഗ്രഹിച്ചത് എനിക്ക് കിട്ടുമെന്ന് ആ പഠന പോകാമെന്ന് ആഗ്രഹിച്ചു. പക്ഷേ എന്റെ നന്ദി അതിന് എതിരായിട്ട് വേറൊരു തലത്തിലേക്കും കൊണ്ടുപോയി. എന്റെ ഇഷ്ടം, എന്റെ ആഗ്രഹം, എന്റെ നന്ദി എടുത്ത് പറയാൻ പറ്റുന്ന അവസ്ഥയായിരിക്കും. ഈശ്വരൻ, എന്റെ നന്ദിക്ക് വെളിപ്പെടുത്തി തന്നെ ഈശ്വരൻ. എനിക്ക് എന്റെ നന്ദി ആഗ്രഹിക്കുന്ന വീട്ടിൽ നിൽക്കാൻ പറ്റില്ല. എന്റെ കുറവുകൾ വഴിയായിട്ട്, എന്റെ തെറ്റുകൾ വഴിയായിട്ട്, എന്റെ കുറ്റങ്ങൾ വഴിയായിട്ട് അവിടെ നിൽക്കാൻ പറ്റില്ല.
എന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന മകന്മാരുണ്ട്. ആ മകനോട് ചേർന്ന് ആ മകൻ ആഗ്രഹിക്കുന്ന ആ ഗോൾ, ആ ലക്ഷ്യത്തിൽ പങ്കുവയ്ക്കാനുള്ള ആ അവസരം ആ മകന് കിടക്കണമേ. അവൻ ചെയ്ത പാപങ്ങളിൽ കുറ്റങ്ങളെ ഓർത്ത് മനസ്സിലിങ്ങനെ ഈശോയെ എന്റെ മക്കളെ അഭാഷണം ചെയ്യുവാൻ ആഗ്രഹിച്ചു. പക്ഷെ ഏതോ ഒരു റിസ്ക് കൊണ്ട് ഞാൻ ചെയ്തില്ല. ഇപ്പോഴും എനിക്ക് ആ കുറ്റബോധമുണ്ട്. ഈശോയെ, ഈശോയെ എന്നെ ക്ഷമിക്കണേ. ഈശോയെ എന്നെ ക്ഷമിക്കണേ. ഈശോയെ ആ ചിന്താഗതി വഴി എന്റെ മക്കൾ വ്യത്യാസമായിട്ടുള്ള വഴി പ്രതികരിക്കുമ്പോൾ ഒരുപാട് വിഷമങ്ങളും സങ്കടങ്ങളും ഉണ്ടാവണം. ഈശോയെ എന്നെ ക്ഷമിക്കണേ. ഈശോയെ അവരെ കൊല്ലുന്ന ഭർത്താവിനെ ക്ഷമിക്കണേ. ഈശോയെ എന്റെ മക്കൾ പ്രത്യേകം എന്നെ ദൈവത്തിന്റെ വെളിപാട് 27 അമ്മ 27 അത് 18 വയസ്സാണ്. ആ കുഞ്ഞിന് അബ്ബാസിന്റെ കൊണ്ടല്ലോ. ആ 27 കുഞ്ഞുകൾ ഇന്ന് ഈശോയുടെ കരങ്ങളിൽ ഈശോയുടെ സാന്നിധ്യത്തിൽ സംസാരിക്കും. അമ്മ ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല. നിന്നെ പോലെ ഈ ലോകത്തിൽ ജീവിക്കണം, ഈ ഭൂലോകത്തിൽ ജീവിക്കണം, ഈ ഭൂമിയിൽ ജീവിക്കണം എന്റെ ആഗ്രഹം. ആഗ്രഹത്തിൽ തെറ്റാണ് മമ്മി, ആഗ്രഹത്തിൽ തെറ്റാണ് മമ്മി. മമ്മി ഞാൻ ഒരു ഡോക്ടർ ആകണമെന്ന് ചിന്തിച്ച് എന്നെ കൊണ്ടത്. ഞാൻ ഒരു ടീച്ചർ ആകണമെന്ന് ചിന്തിച്ച് എന്നെ കൊണ്ടല്ലോ. ഞാൻ ആഗ്രഹം തെറ്റാണ് മമ്മി. പപ്പ മമ്മി അങ്ങനെ കൊല്ലണമെന്ന് ചിന്തിച്ച് പറഞ്ഞാൽ നീ എനിക്ക് പാതുകാവാതിരിക്കേണ്ടി നീനും മമ്മിയുടെ വാക്ക് എസ് പറഞ്ഞ് 2 പേരും ചേർന്ന് എന്നെ കൊണ്ടല്ലോ. എന്നെ കൊണ്ടല്ലോ മമ്മി, എന്നെ കൊണ്ടല്ലോ പാപ്പ, എന്നെ കൊണ്ടല്ലോ. എന്നെ കൊണ്ട് നന്ദി നന്ദി. ഇതാ നിനക്ക് വേണ്ടി, എന്റെ പപ്പയ്ക്ക് വേണ്ടി, എന്റെ മമ്മിക്ക് വേണ്ടി ഈശോയുടെ സ്ഥാനത്തിൽ നിന്നുകൊണ്ട് പ്രത്യേകം കണ്ണിലേക്ക് പ്രാർത്ഥിക്കുന്നു, കണ്ണിനോട് പ്രാർത്ഥിക്കുന്നു, നിലനിർത്തി പ്രാർത്ഥിക്കുന്നു. എന്റെ പൊന്നു ഈശോയെ, എന്റെ പൊന്നു ഈശോയെ, എന്റെ പപ്പയ്ക്ക് കൊണ്ട് ചെയ്തു, എന്റെ മമ്മിക്ക് കൊണ്ട് ചെയ്തു. പ്രത്യേകം ഈശോയെ നല്ലത് കുഞ്ഞു വളർന്നിട്ടും അത് വ്യത്യസ്തമായിട്ട് രീതിയിൽ കൊണ്ടല്ലോ. ആ 7 കുഞ്ഞുകൾ പ്രത്യേകം മമ്മി നിന്റെ ഗർഭപാത്രം എനിക്ക് മതിലാണ്, നീയും നിന്റെ ഭർത്താവും എനിക്ക് കോട്ടയാണ്. എനിക്ക് മതിലായിട്ട് നിൽക്കേണ്ടത് എന്റെ ഗർഭപാത്രം, എനിക്ക് കോട്ടയായിട്ട് നിൽക്കേണ്ടത് നീയും നിന്റെ പപ്പയും ചേർന്ന് ഗർഭപാത്രത്തിലേക്ക് കൊണ്ടുകൊള്ളു. മമ്മി 5 വയസ്സാകുമ്പോൾ 10 വയസ്സാകുമ്പോൾ നീ കൊള്ളാമെന്ന ഞാൻ ഓടിപ്പോവും, ഓടി എങ്ങാൻ രക്ഷപ്പെട്ടു പോകും. അത് 10 വയസ്സിൽ 15 ലക്ഷം നീ കൊള്ളാമെന്ന ഞാൻ തിരിച്ചടിക്കും. എന്നെ കൊണ്ട്
പറ്റാത്ത അവസ്ഥ, എതിർത്ത് പറയാൻ പറ്റാത്ത അവസ്ഥ, എതിർത്ത് സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥ, എതിർത്ത് കരയാൻ പറ്റാത്ത അവസ്ഥ. എന്നെ വിട്ടേക്ക്. ഞാൻ നീ ജീവിച്ചതുപോലെ ഈ ലോകത്ത് ജീവിക്കുന്നത് ആഗ്രഹിച്ചവരാണ്. എന്റെ ഇഷ്ടം, എന്റെ ആഗ്രഹം എല്ലാവരെയും നീയും നിന്റെ ഭർത്താവിനെ എന്റെ പപ്പയും ചേർന്ന് എന്നെ കൊണ്ടുപോകും. എന്റെ ഈശോയുടെ മാപ്പ് ചോദിക്കുന്നു. എന്റെ ഈശോയെ എന്റെ മമ്മിയെ ക്ഷമിക്കരുത്, എന്റെ പപ്പയെ ക്ഷമിക്കരുത് ഈശോയെ, ക്ഷമിക്കരുത് ഈശോയെ. എല്ലാവർക്കും കുഞ്ഞുണ്ട്, സന്താന സൗകര്യമുണ്ട്. സ്വത്തുക്കൾ കാണുമ്പോൾ, ബന്ധുക്കൾ കാണുമ്പോൾ, ആ കുഞ്ഞിന് ഫംഗ്ഷൻ വരുമ്പോൾ, നേരത്തെ ഫംഗ്ഷൻ പോകുമ്പോൾ, അധികം വരുമ്പോൾ, ഈ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ ഒരുപാട് ഇഷ്ടമുണ്ട് ഈശോയെ. എനിക്ക് സന്താന സൗഭാഗ്യം ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. ആ മകളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. പ്രത്യേകം ദൈവത്തിന്റെ വെളിപാട് ബിനീഷ് മകനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അയ്യ മകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഇപ്പൊ എനിക്ക് ആ ബുദ്ധിമുട്ട് മനസ്സിലാവുന്നില്ല ഈശോ. കുടിച്ചാലും കുഴപ്പമില്ല, തെറ്റ് ചെയ്താലും കുഴപ്പമില്ല, എനിക്ക് ഒരു കൂട്ടുകെട്ടില് ഇപ്പൊ ഞാൻ ചിന്തിക്കും. എന്റെ വാക്ക്, എന്റെ സ്പർശനം, എന്റെ ഭർത്താവ് ഈശോ ഈശോ അങ്ങനെ 13 കുട്ടികളുണ്ട്. അങ്ങനെ 13 കുട്ടികൾ ഈ പപ്പയും അമ്മയും പറ്റിച്ച് 13 സ്നേഹബന്ധത്തിൽ പെട്ടുപോയി. 13 കുട്ടികൾ ഒരുപാട് കഷ്ടപ്പാട്, പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, കടലാളുകൾ ഇരുന്നിട്ടും എന്റെ പപ്പ എന്നെ നല്ല രീതിക്ക് പഠിക്കുന്നു.
ഒരുപാട് അപ്പന്റെ രാത്രി, അപ്പന്റെ ബ്ലഡ്, അപ്പന്റെ ചോറ് ഇത്ര കഷ്ടപ്പെട്ട് എന്നെ പഠിപ്പിക്കാൻ സമ്പാദിച്ച് സുപ്രഭാതത്തിൽ എനിക്ക് കയറി വന്ന ഈ ചെറുക്കന്മാരെ കണ്ടിട്ട് ഞാൻ വീഴ്ത്തല്ലോ, കുഴിയിൽ വീഴ്ത്തല്ലോ, ഈ കാമത്തിൽ വീഴ്ത്തല്ലോ, ഈ സ്നേഹബന്ധത്തിൽ വീഴ്ത്തല്ലോ. എന്നെ ക്ഷമിക്കണമേ, എന്നെ ക്ഷമിക്കണമേ. ഈ ആരാധന വഴി, ഈ കൃപ വഴി, ഈ അഗ്നി വഴി, ഈ അഭിഷേകം വഴി, ഈ അതിശയം വഴി, ഈ അത്ഭുതം വഴി, ഈ സമാധാനം വഴി, ഈ ദൈവത്തിന്റെ കൃപ വഴി എനിക്ക് പുതിയ ജീവിതം ഏറ്റെടുക്കാനുള്ള മനപ്പക്വവും സ്നേഹിക്കുമ്പോൾ എല്ലാം നന്മയായിട്ട് കരുതി, സ്നേഹിക്കുമ്പോൾ എല്ലാം നന്നായിട്ട് വന്നു, എല്ലാം നന്മയായിട്ട് കൊണ്ടുപോയി. ഇറങ്ങി വന്നപ്പോൾ ഒളിച്ചു പഠിക്കുമ്പോൾ സ്വയം സ്വഭാവം, ആ ക്യാരക്ടർ, ആ കുസൃതി, വ്യക്തിഗത സ്വഭാവങ്ങൾ എല്ലാം മനസ്സിലാവുന്ന ഈശ്വരൻ എന്നെ കൊണ്ട് തട്ടിട്ടുണ്ട്. ഈശ്വരൻ എന്നെ കൊണ്ട് തട്ടിട്ടുണ്ട്. ഈശ്വരനെ ആശങ്കന്റെ ഭർത്താവോട് ചേർന്ന് ജീവിക്കാൻ എന്നെ കൊണ്ട് പറ്റുന്നില്ല. ഈശ്വരനെ എന്നെ കൊണ്ട് പറ്റുന്നില്ല. ഈശ്വരനെ ക്ഷമിക്കണം. ഈശ്വരനെ കരുണ ഒരുപാട് സ്നേഹം നിറഞ്ഞവളാണ്. എന്നിട്ടും ഞാൻ അവസരം ശേഷിച്ചു ഒടുക്കിയാലും അടികൊടുത്താലും ഏത് ചെയ്താലും അടുത്ത സെക്കൻഡിൽ ഓടി വരും. എന്റെ ചേട്ടൻ ആ സ്നേഹങ്ങളുടെ വാക്കുകൾ കുഞ്ഞിനെ സ്നേഹിക്കുന്ന പറയാൻ ഞാൻ പറഞ്ഞതിന്റെ ഉപദ്രവിച്ചിട്ടുണ്ട്, ദൈവം ഉപദ്രവിച്ചിട്ടുണ്ട്. എന്നെ ക്ഷമിക്കും. കുടിക്കണ്ട എന്നാൽ ചിന്തിക്കും, വിചാരിക്കും. അവിടെ കളിക്ക് പോകുമ്പോ എന്റെ സുഹൃത്തിന്റെ വായത്തിൽ പെട്ടുപോകുമ്പോ എന്റെ ബച്ച, എന്റെ അരി എന്ന് പറയുമ്പോ ഞാൻ പെട്ടുപോകുന്നുണ്ട്. ഈശോയെ എന്നെ ക്ഷമിക്കണേ. ഈശോയെ എന്നെ ക്ഷമിക്കണേ. ഈശോയെ
പ്രത്യേകം ഈ പരീക്ഷയ്ക്ക് എടുത്തവർ പറഞ്ഞതുപോലെ 3 ഡേകൾ മനസ്സിലോട്ട് ഈശ്വരത്ത് ഈശ്വരക്കാരനെ സമർപ്പിക്കണം, പ്രാർത്ഥിക്കണം. ദൈവത്തിന്റെ അനുഗ്രഹം നിങ്ങളുടെ അടുത്തേക്ക് പകരുന്ന സമയം നമുക്ക് കർത്താവിനെ ആരാധിക്കാം, മഹത്വപ്പെടുത്താം. നമ്മുടെ കർത്താവിനോട് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവത്തെ മഹത്വപ്പെടുത്താം.
Oil,
എന്ന് ബന്ധിച്ച് പ്രാർത്ഥിക്കുക. പ്രത്യാവർത്തനം Yeah.